പ്രതിപക്ഷ നേതാവിനെതിരെ സഭയിൽ ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എഴുതി തന്നതാണെന്ന പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ വാദം പൊളിയുകയാണ്. പി വി അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്തിൽ കേരളയിൽ അട്ടിമറിക്കാൻ ബംഗളൂരു IT കമ്പനികളിൽ നിന്ന് VD സതീശൻ പണം വാങ്ങി എന്നൊരു പരാമർശമുണ്ട്. കത്തിന്റെ പകർപ്പ് 24 ബിഗ് ബ്രേക്കിംഗ്. വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണം നമുക്ക് ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞ് ഈ സംഭവത്തിന്റെ വാസ്തവത്തിലേക്ക്. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ്. കോഴിക്കോട് നിന്ന് ദീപക് തെർമട കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ പി വി അൻവറിനെ പി ശശി പ്രേരിപ്പിച്ചതുകൊണ്ട് മാത്രം വലിയൊരു 150 കോടി രൂപയുടെ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു എന്നാണല്ലോ അൻവർ വെച്ച് കാച്ചി കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ പൊളിയുകയാണോ? അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് മാത്രമല്ല അപ്പോഴേ തന്നെ ആളുകളുടെ നെറ്റി ചുളിഞ്ഞു. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു പരിണതപ്രജ്ഞനായ MLA ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയോ വാക്ക് കേട്ടുകൊണ്ട് VD സതീശനെ പോലെ ഒരാളിനെതിരെ അഴിമതി ആരോപണവുമായി സഭയുടെ ഫ്ലോറിൽ വരിക, അതൊക്കെ അസാധ്യമെന്നാണ് ആൾക്കാർ അപ്പോഴേ കരുതിയത്. പറയും. എസ് കെ എൻ പറഞ്ഞു തന്നെയാണ് അതിൽ വാസ്തവം. കാരണം അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് ഈ ആരോപണം എന്ന നിലയിൽ. അതായത് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് പി വി അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കുന്നു. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ രാജി പ്രഖ്യാപനം നടത്തുന്നതിനൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാപ്പപേക്ഷ നടത്തുന്നത്. ആ മാപ്പപേക്ഷയിൽ വളരെ കൃത്യമായി തന്നെ പി വി അൻവർ പറയുകയാണ്, VD സതീശനെതിരെ 150 കോടിയുടെ ആരോപണം, അതായത് അഴിമതി ആരോപണം, കോടതി ആരോപണം, ആ ആരോപണം ഉന്നയിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഡ്രാഫ്റ്റ് തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് തന്നതാണ്. ആ ബൈറ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. പക്ഷേ എന്നാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിവാദങ്ങൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കത്തുകൾ ഉണ്ടായിരുന്നു, വാർത്തകളിൽ നിറഞ്ഞു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും നൽകിയത്. അതിൽ MV ഗോവിന്ദന് നൽകിയ കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ 24 കാണിക്കുന്നത്. ആ കത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2024 സെപ്റ്റംബർ 13 നൽകിയ കത്താണ്. പാർട്ടി സെക്രട്ടറിയെ AK സെൻറ്ററിൽ പോയി കണ്ടാണ് കത്ത് നൽകിയത്. ആ കത്തിൽ പറയുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനുമെതിരെ നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ആ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി താൻ കണ്ടെത്തിയ വിവരങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും അന്നത്തെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ ഇപ്പോഴത്തെ LDF കൺവീനർ TP രാമകൃഷ്ണനും അനുമതി മേടിച്ചുകൊണ്ട് ഞാൻ ഫ്ലോറിൽ അഭിപ്രായം പറഞ്ഞത്. ഇതിൽ പിന്നെ കേരള കോൺഗ്രസ് പരാതി നൽകുന്നു, അങ്ങനെ വിജിലൻസ് കേസ് വരുന്നു. പക്ഷേ വിജിലൻസ് ഇത് വാസ്തവമല്ലെന്ന് കണ്ടെത്തുന്നു. ഈ പരാതി കൃത്യമായി കത്തിൽ പറയുന്നു. അതാണ് എന്നാൽ പിന്നീട് രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം പി ശശിക്കെതിരെ ഉപയോഗിച്ചത്. കൃത്യമായി അൻവറിൻ്റെ കത്ത് തന്നെ അൻവറിൻ്റെ വാദത്തെ പൊളിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു ദീപക് തെർമടം.